അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഈ ക്ലോക്കാണ്. ഈ ക്ലോക്ക് ശരിയാക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ മെഷീൻ കംപ്ലൈൻറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ പുതിയ മെഷീൻ മേടിച്ചിട്ടുണ്ട്. 1 ഇയർ വാറൻറ്റി ഉള്ള മെഷീനാണ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം സ്ക്രൂ ചെയ്തെടുക്കാം. സ്ക്രൂ എല്ലാം അൺസ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനം കണ്ട് ഇങ്ങനെ ഇതാണ്. അത് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഈ മുകളിലത്തെ കവറിങ് ഊരിയതിന് ശേഷം ഗ്ലാസ് നമുക്ക് ഒരു കയ്യിൽ ക്യാമറ കൊണ്ട് മര്യാദക്ക് ഊരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ക്യാമറ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. കണ്ട ഗ്ലാസ് ഊരി നമ്മൾ അതേപോലെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ മിനിറ്റിൻ്റെ സൂചി, മണിക്കൂറിൻ്റെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ ഇത് മൂന്നും നമ്മൾ ഊരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു നെറ്റ് ടൈപ്പാണ്. പിന്നെ ഈ നെറ്റ് നമ്മൾ ജസ്റ്റ് തിരിച്ചു എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് നെറ്റ് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെഷീൻ ഊരിയെടുക്കാൻ പറ്റും. നെറ്റും അടിയിലൊരു വാഷറും ഉണ്ട്. നമ്മൾ ഊരിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മെഷീൻ നമുക്ക് ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ഊരി നമുക്ക് പഴയതെടുത്ത് കാട്ടിക്കളയാം, റീസൈക്കിളിന് വേണ്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ മെഷീൻ കണ്ട് ഇതാണ്. നമ്മൾ പുതിയ മെഷീൻ എടുത്തിട്ടുണ്ട്. 1 ഇയർ വാറൻറ്റി തന്നെയാണ്. ഇത് ഓരോ സ്ഥലത്ത് ഓരോ വില പറഞ്ഞത്. ഇപ്പോൾ ഇതിന് ഏകദേശം ഞാൻ മേടിച്ചപ്പോൾ 60 രൂപ 70 രൂപയാണ് വില. ഇപ്പോൾ ഞാൻ മേടിച്ച സ്ഥലത്തെ വില കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇനി ഇതിലും കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇത് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി വരുന്ന സാധനം താഴേക്കും മറ്റേ ഭാഗം മുകളിലേക്കുമാണ്. ഈ 12-ൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ നേരെയാണ് വരേണ്ടത്. നേരെ വെച്ചിട്ട് ഈ ബാറ്ററി വന്ന ഭാഗം 12-ൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ൻ്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് വരേണ്ടത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം നെട്ടും ആ വാഷർ ഇട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൂചി ഫസ്റ്റ് മണിക്കൂറിൻ്റെ, അത് കഴിഞ്ഞ് മിനിറ്റിൻ്റെ, അത് കഴിഞ്ഞ് സെക്കൻഡിൻ്റെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഗൾഫിലത്തെ മോഡൽ വാച്ച് ആയതുകൊണ്ട് കണ്ട കറക്റ്റ് 12-ൻ്റെ നേരായിട്ടാണ് 3 സൂചിയും വരേണ്ടത്. ഗൾഫിലത്തെ ആയതുകൊണ്ട് ഇതിൻ്റെ സൈസിന് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്കത് മാറ്റേണ്ടി വന്നു. ഞാൻ അപ്പോൾ ഇതിൻ്റെ പഴയ നീഡിൽസ് എല്ലാം എൻ്റെ വീട്ടിൽ കിടന്ന വേറെ 2 ക്ലോക്കിൻ്റെ എന്നുള്ളത് കറക്റ്റ് ഒരെണ്ണം എടുത്ത് വെച്ച് നോക്കി അതിൽ സെറ്റായിട്ടുണ്ട് ഒരെണ്ണം. കറക്റ്റ് ഇത് വെക്കുമ്പോൾ നമ്മൾ ഈ 12-ൻ്റെ നേരെ 3 സൂചി ഒരുമിച്ച് വന്ന രീതിയിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ പാനലും ഇത് വെച്ചിട്ട് നമ്മളെല്ലാം സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഒരു ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്തു ഗൈസ്. കേട്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെഷീൻ മാറ്റാൻ വേണ്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.